ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഖില കേരള വായനോത്സവം ജില്ലാതല മത്സരത്തിലേക്ക് ആവശ്യമായ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കുട്ടികളുടെ ഹാജർ നില, പഠന പുരോഗതി, പ്രോഗ്രസ് റിപ്പോർട്ട് തുടങ്ങിയവ രേഖപ്പെടുത്താനും രക്ഷിതാക്കളും സ്കൂളും തമ്മിലുള്ള വിനിമയം സുഗമമാക്കാനും സൗകര്യമൊരുക്കിയ ആപ്പ് ഏതാണ്? ഉത്തരം: സമ്പൂർണ്ണ ആപ്പ്. സമ്പൂർണ്ണ ആപ്പാണ് കുട്ടികളുടെ ഹാജർ നില, പഠന പുരോഗതി, പ്രോഗ്രസ് റിപ്പോർട്ട് തുടങ്ങിയവ രേഖപ്പെടുത്താനും രക്ഷിതാക്കളും സ്കൂളും തമ്മിലുള്ള വിനിമയം സുഗമമാക്കാനും തയ്യാറാക്കിയ ആപ്പ്. ഈ വർഷത്തെ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം: പ്രയാഗ് രാജ്. പ്രയാഗ് രാജിലാണ് ഈ വർഷം മഹാകുംഭമേള നടക്കുന്നത്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം: പ്രബോവോ സുബിയാന്തോ. പ്രബോവോ സുബിയാന്തോ എന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഈ വർഷം അതിഥിയായി എത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: BCCIയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ്? ആൻസർ: ദേവജിത്ത് സൈക്കിയ. ദേവജിത്ത് സൈക്കിയാണ് BCCIയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി. ഡിസംബർ മാസത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് എവിടെയാണ്? ആൻസർ: കണ്ണൂർ വിമാനത്താവളം. കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഡിസംബർ മാസത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. ഈ വർഷത്തെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആരാണ്? ആൻസർ: ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ശ്രീകുമാറാണ് ഈ വർഷത്തെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത്. 2025-ൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച നേടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്? ആൻസർ: 6.6%. 2025-ൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6.6% വളർച്ച നേടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. തിങ്ക് ടാങ്ക് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ആസ്ഥാനം എവിടെയാണ്? ആൻസർ: ന്യൂഡൽഹി. തിങ്ക് ടാങ്ക് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കഴിഞ്ഞ വർഷം ജാവലിൻ ത്രോയിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമായി അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം: നീരജ് ചോപ്ര. നീരജ് ചോപ്രയെയാണ് കഴിഞ്ഞ വർഷം ജാവലിൻ ത്രോയിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമായി അമേരിക്കൻ മാഗസിനായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് തിരഞ്ഞെടുത്തത്. വരുൺ ആരോൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ: ക്രിക്കറ്റ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കായിക താരമാണ് വരുൺ ആരോൺ. അടുത്ത ക്വസ്റ്റ്യൻ: 2024-ലെ ഏറ്റവും ചൂടേറിയ ദിവസം ഏതാണ്? ആൻസർ: ജൂലൈ 10. ജൂലൈ 10 2024-ലെ ഏറ്റവും ചൂടേറിയ ദിവസം. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി എവിടെയാണ്? ആൻസർ: ഭുവനേശ്വർ. ഭുവനേശ്വറിലാണ് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? ആൻസർ: അതിഷി. അതിഷിയാണ് നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി. ഈയിടെ അന്തരിച്ച മലയാളിയായ മുൻ അഡീഷണൽ സോളിറ്റർ ജനറൽ ആരാണ്? ആൻസർ: M. ചന്ദ്രശേഖരൻ. M. ചന്ദ്രശേഖരനാണ് ഈയിടെ അന്തരിച്ച മലയാളിയായ മുൻ അഡീഷണൽ സോളിറ്റർ ജനറൽ. ഇന്ത്യയിൽ എവിടെയാണ് ഗ്രീൻ ദേശീയ ഗെയിം സംഘടിപ്പിച്ചത്? ആൻസർ: ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിൽ ഗ്രീൻ ദേശീയ ഗെയിം സംഘടിപ്പിച്ചത്. ലോകത്തെ പാസ്പോർട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഏത് രാജ്യത്തെ പാസ്പോർട്ടാണ്? ഉത്തരം: സിംഗപ്പൂർ. സിംഗപ്പൂറാണ് ലോകത്തെ പാസ്പോർട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത്. അമേരിക്കയിൽ എവിടെയാണ് കനത്ത കാട്ടുതീ ഉണ്ടായത്? ആൻസർ: ലോസ് ആഞ്ചൽസ്. ലോസ് ആഞ്ചൽസിലാണ് അമേരിക്കയിൽ കനത്ത കാട്ടുതീ ഉണ്ടായത്. ഭാവഗായകൻ എന്നറിയപ്പെടുന്ന P. ജയചന്ദ്രൻ അന്തരിച്ചത് എന്ന്? ആൻസർ: 2025 ജനുവരി 9. 2025 ജനുവരി 9-ാം തീയതിയാണ് ഭാവഗായകൻ എന്നറിയപ്പെടുന്ന P. ജയചന്ദ്രൻ അന്തരിച്ചത്. കലോത്സവം ജില്ല വരെ മതിയെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ: ഖാദർ കമ്മിറ്റി. ഖാദർ കമ്മിറ്റിയാണ് കലോത്സവം ജില്ലാതലം വരെ മതിയെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഈ വർഷത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ: ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ശ്രീകുമാറിനാണ് ഈ വർഷത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം ലഭിച്ചത്. 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ: PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ എന്ന കവിക്കാണ്
17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത്? ഇന്ത്യയിൽ എവിടെയാണ് എസ്മോർ ടണൽ? ഉത്തരം ജമ്മു കാശ്മീരിലെ കന്ദർബാൾ ജില്ലയിൽ. ജമ്മു കാശ്മീരിലെ കന്ദർബാൾ ജില്ലയിലാണ് ഇസഡ്മോർ ടണൽ. DRDO ചെയർമാൻ ആരാണ്? ഉത്തരം സമീർ വി കാമത്ത്. സമീർ വി കാമത്താണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. നാഷണൽ ബ്ലൈൻഡ് വുമൺ T20 വെന്യൂ എവിടെയാണ്? ഉത്തരം എറണാകുളം. എറണാകുളത്താണ് നാഷണൽ ബ്ലൈൻഡ് വുമൺ T20 വെന്യൂ. വായ്പാ വളർച്ചയിൽ DSB ബാങ്കിൻ്റെ നേട്ടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം? ഉത്തരം 1ാം സ്ഥാനം. വായ്പാ വളർച്ചയിൽ DSB ബാങ്കിൻ്റെ നേട്ടത്തിൽ കേരളം 1ാം സ്ഥാനത്ത്. കേരളത്തിലെ ഏതൊക്കെ ബീച്ചിനാണ് ബ്ലൂ ടാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്? ഉത്തരം കോഴിക്കോട് കാപ്പാട് ബീച്ചിനും കണ്ണൂരിലെ ചാൽ ബീച്ചിനും. കോഴിക്കോട് കാപ്പാട് ബീച്ചിനും കണ്ണൂരിലെ ചാൽ ബീച്ചിനുമാണ് കേരളത്തിൽ ബ്ലൂ ടാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് ജില്ലയാണ്? ആൻസർ തൃശ്ശൂർ. തൃശ്ശൂരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. ഇന്ത്യയിലെ ആദ്യ മൃഗ അവകാശ സംഘടനയായ പീപ്പിൾ ഫോർ ആനിമൽസ് മേനകാ ഗാന്ധിക്കൊപ്പം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഉത്തരം പ്രീതീഷ് നന്ദി. പ്രീതീഷ് നന്ദിയാണ് ഇന്ത്യയിലെ ആദ്യ മൃഗ അവകാശ സംഘടനയായ പീപ്പിൾ ഫോർ ആനിമൽസ് മേനകാ ഗാന്ധിക്കൊപ്പം സ്ഥാപിച്ച വ്യക്തി. ഈ അടുത്ത് ഭൂകമ്പമുണ്ടായ ഷിഗസെ ഏതു രാജ്യത്തിൻ്റെ നഗരമാണ്? ഉത്തരം ഭൂട്ടാൻ. ഭൂട്ടാനിലെ ഒരു നഗരമാണ് ഈ അടുത്ത് ഭൂകമ്പമുണ്ടായ ഷിഗസെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.